നമസ്കാരം, സർക്കിട്ടാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് തൊടുപുഴക്കാരനെ തൊഴുക, എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. പിന്നെ എല്ലാവരും പറയാറുള്ള പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. സാധിക്കുമെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഏതായാലും തൊടുപുഴയിൽ നിന്ന് നമുക്ക് പോയി ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 3 സ്ഥലത്താണ് പോയത് പ്രധാനമായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ പോകുന്നത് ഇതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ, കറങ്ങാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്പോട്ടുകൾ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മളെത്തി, ചാലാശ്ശേരി പാറ. അപ്പോൾ ചാലാശ്ശേരി പാറയിലാണ് നമ്മളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തൊടുപുഴയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലം. ഏകദേശം ഒരു 12 കിലോമീറ്റർ അടുത്ത് വരാനുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ചാലാശ്ശേരി ഈ പാറ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴയുടെ അപ്പുറം ഉറവപ്പാറ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ റൈറ്റ് സൈഡിൽ ആ സൈഡിൽ കാണിക്കുന്ന മല എന്ന് പറയുന്നത് കുമ്മംകുത്ത് ഇടുക്കി റൂട്ടിലേക്കുള്ള മലയാണ്. അപ്പോൾ പെരുമണ്ണൂരും തൊടുപുഴയുടെ ഏതാനും ഭാഗങ്ങളാണ് നമുക്ക് ഇവിടുത്തെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ കുരിശുമലയിൽ ദുഃഖ വെള്ളിയാഴ്ചയാണ് വിശ്വാസികൾ വരുന്നത്. ചാലാശ്ശേരി പള്ളിയുടെ കീഴിലുള്ള കുരിശുമലയാണിത്. നമുക്ക് ഇവിടെ റൈറ്റിൽ താഴെ ചാലാശ്ശേരി പള്ളി കാണാം. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. തൊടുപുഴയിലെ ദൃശ്യം പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ ദൃശ്യം സിനിമയ്ക്കകത്ത് ജോർജ് കുട്ടി കൊല ചെയ്തതിന് ശേഷം കാറോട് കൂടി മുക്കി താഴ്ത്തുന്ന ഒരു പാറമടയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പാറമടയാണ് നമ്മുടെ പുറകെ കാണുന്ന ഇതേ പാറമട. ഇതാണ് ആ സ്പോട്ട്. അടിപൊളി സ്ഥലം. വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ കിടക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റുള്ള ഒരു അടിപൊളി സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് തൊടുപുഴയ്ക്ക് പോകുന്ന തൊടുപുഴയിൽ ടൗൺ കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു ഹില്ലായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 1/2 കിലോമീറ്ററിനടുത്ത് പാറക്കൂടെ തന്നെ നടക്കാനുണ്ട്. പക്ഷേ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും തൊടുപുഴ ടൗണിൻ്റെയും ചുറ്റുള്ള പ്രദേശങ്ങളുടെ മൊത്തം സൗന്ദര്യം നമുക്ക് ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ കാണുന്നതാണ് തൊടുപുഴ ടൗണാണ് അവിടെ കാണുന്നത്. നമ്മളേതായാലും ഇവിടെ നമ്മളിപ്പോൾ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. എൻ്റെ പുറകെ കാണുന്ന അതിലൊരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഉറവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അത് പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നില്ല. വേറൊരു ദിവസം നമ്മൾ തൊടുപുഴ തന്നെ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് അവിടെ കയറും. അത് റൂട്ട് വേറെ ആയതുകൊണ്ടാണ്.
അപ്പോൾ ഏതായാലും തൊടുപുഴ ടൗൺ ആണെങ്കിൽ ഇതിന് മേളിൽ കയറി വരിക. അടിപൊളി വ്യൂ ഉണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഇരിക്കാൻ ഏറ്റവും അടിപൊളി. ഒരു വൈകിട്ട് ഒരു സൂര്യാസ്തമയം വരെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു പൊളി വൈബാണ്. അപ്പോൾ ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. പന്നിമറ്റ ടൗണിലാട്ടോ നമ്മളുള്ളത്. പന്നിമറ്റ ടൗണിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. നമ്മുടെ മദീന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡിൻ്റെ എങ്ങനെയുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ സൂപ്പർ കപ്പ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബീഫ് ഫ്രൈ, പിന്നെയുള്ള പൊറോട്ടയാണ്. പൊറോട്ട എങ്ങനെയുണ്ട് റോണി? പൊറോട്ടയും ബീഫും സൂപ്പർ പൊറോട്ട അല്ലേ? കപ്പ് ബിരിയാണിയും സൂപ്പർ കപ്പ് ബിരിയാണി കഴിച്ചു നോക്കിയപ്പോൾ കിടുക്കനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ 2:30 വെള്ളച്ചാട്ടത്തിൽ വരുന്നവർക്ക് പന്നിമറ്റത്തുള്ള മദീന ഹോട്ടലിൽ കയറിയിട്ട് കപ്പ് ബിരിയാണിയും നല്ല സൂപ്പർ പൊറോട്ടയും കഴിക്കാവുന്നതാണ്. ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ ഗ്യാരണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഞണ്ടുരുക്കി വെള്ളച്ചാട്ടത്തിനടുത്താണ്. ഒരു കിടക്കൻ സ്പോട്ട് കേട്ടോ. നമ്മുടെ പൂമാല, തൊടുപുഴയിലെ ഒരു അടിപൊളി ഗ്രാമമാണ് പൂമാല. പൂമാലയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ് ഈ ഞണ്ടുരുക്കി വെള്ളച്ചാട്ടം. എൻ്റെ പുറകിൽ കാണുന്ന അതാണ് ഞണ്ടുരുക്കി വെള്ളച്ചാട്ടം. അത് കുറേ കയറിപ്പോകാനുണ്ട്. ഒരു കിടക്കൻ സ്പോട്ട്. ഇന്നത്തോടുകൂടി ഈ വീഡിയോയിലൂടെ നമ്മുടെ യാത്ര ഇവിടെ തീരുകയാണ്. പക്ഷേ തൊടുപുഴയിലെ അടുത്ത സ്പോട്ടുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആപ്പാടെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതൊന്നും ഒത്തിരി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര അടിപൊളി സ്ഥലങ്ങളുണ്ടെന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. പ്ലാസ്റ്റിക്കായിട്ടുള്ള ഫുഡുകൾ കൊണ്ടുവരാണ്ടിരിക്കുക, ആ കവറുകളുടെ വലിച്ചിടാണ്ടിരിക്കുക. കൊണ്ടുവന്നോ പക്ഷെ കഴിച്ചിട്ട് കൊണ്ടുപോവുക. അതുപോലെ കുപ്പിവെള്ളം ഒരിക്കലും ഈ സ്ഥലത്ത് അലമ്പാക്കരുത്. ഇത് ദൈവം നമുക്ക് നാട്ടിലൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളായിട്ടിത് കളയരുത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പുതിയ സർക്കിട്ട് അവിടെ തുടരാം. ബൈ. ഇന്ന് നമ്മൾ സർക്കിട്ട് ചെയ്ത സ്ഥലങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലേ?
അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ എങ്ങനെ ഇവിടെ എത്തുന്നു, അല്ലെങ്കിൽ എവിടെ നല്ല ഭക്ഷണം കിട്ടും, അങ്ങനെയുള്ള പല സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും വേറെ ഒരു കാര്യം കൂടെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് തൊടുപുഴയിൽ നിന്ന് പോകാനുള്ള സ്ഥലങ്ങളാണ്. അധികവും എല്ലാ റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ആയതുകൊണ്ട് അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഹോട്ടൽസോ അല്ലെങ്കിൽ റിസോർട്ടുകളോ ഒന്നും നമ്മൾ ഈ പോണ സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൊടുപുഴയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൊടുപുഴ തന്നെ ഹോട്ടൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെയാണ് അത്യാവശ്യം ഹോട്ടലുകൾ കാര്യമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം.